അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1289. ബഹുമാനപ്പെട്ട ഇമാം നസാഇ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഫിൽ ജുമുഅത്തി സഅഅത്തൻ, നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം, ആ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ അടിമ ആ സമയത്തോട് യോജിച്ചു വരികയില്ല. യസ്അലുല്ലാഹ ഫിഹാ ഷൈഅൻ, ആ സമയത്ത് വല്ലതും അല്ലാഹുവിനോട് ചോദിക്കും. ദുനിയയിലോ ഉഖ്റവിയോ ഏത് വിഷയമാവട്ടെ, ഏതൊരു വിഷയം അല്ലാഹുവിനോട് ചോദിക്കുന്നു, ആ ചോദിക്കുന്ന അടിമ സമയത്തോട് യോജിച്ചില്ല, അവൻ എന്താണോ ചോദിക്കുന്നത് അല്ലാഹു നൽകിയിട്ടല്ലാതെ. വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്ന ഒരു പ്രത്യേക സമയം വെള്ളിയാഴ്ചയുണ്ട് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ ധാരാളം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40ഓളം അഭിപ്രായങ്ങളുണ്ടെന്ന് മഹാന്മാരെ എഴുതി വെച്ചത് കാണാം. എന്നാൽ അതിലൊക്കെ ഏറ്റവും പ്രബലമായ 2 അഭിപ്രായമാണ്. ഒന്ന്, ഇമാമു ഖതീബ് മിംബറയിൽ ഇരുന്നത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെയാണ് ആ സമയം എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, വെള്ളിയാഴ്ചയുടെ അസ്റിന്റെ ശേഷമാണ് ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സമയം പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുകയും കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും അല്ലാഹുവിനോട് ദുആയിൽ ഏർപ്പെടേണ്ട സമയങ്ങളാണ്. വളരെ മഹത്വമാണ്. അല്ലാഹു തആല വെള്ളിയാഴ്ചക്ക് തന്നെ പ്രത്യേക മഹത്വങ്ങളുണ്ട്. ആ വെള്ളിയാഴ്ചയിലെ പ്രത്യേക സമയം അത് ദുആക്ക് ഉത്തരം ഉറപ്പുള്ള സമയമാണെന്നാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രധാന ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.